Good morning, students. നമുക്ക് KEAM 2020 ചോദിച്ച ചോദ്യങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The function f given by f of x equal to x cubed e raised to x is increasing on the interval. 5 ഇന്റർവൽ എന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കണം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകണമെങ്കിൽ f dash x greater than or equal to 0. ഡിക്രീസിംഗ് ആണെങ്കിലോ f dash x less than equal to 0. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിന്റെ f dash x കണ്ടുപിടിക്കാം. f dash x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ക്യൂബ് ഇൻറ്റു ഇവിടെ നമുക്ക് e raised to x ഫംഗ്ഷന്റെ മുമ്പിലുണ്ട്. അങ്ങനെ e raised to x ഫംഗ്ഷന്റെ മുമ്പിലുണ്ടെങ്കിൽ d by dx of e raised to x into f of x ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. e raised to x into f of x plus f dash x എന്ന് എഴുതാൻ പറ്റും. ഇത് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും. d by dx of e raised to x f of x എന്ന് പറഞ്ഞാൽ e raised to x into f of x ആദ്യം എഴുതാം, f of x ന്റെ ഡെറിവേറ്റീവ് എഴുതാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് വരും? x ക്യൂബ് പ്ലസ് 3x square. Okay. Then this is equal to e raised to x into then x square പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? x plus 3 എന്ന് വരും. അപ്പോൾ f dash x എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? e raised to x into x square into x plus 3. ഇനി f dash x എന്ന് പറയുന്നത് 0 കൊടുക്കാം. അപ്പോൾ e raised to x into x square into x plus 3 is equal to 0. അപ്പോൾ നമുക്ക് x ന്റെ വാല്യൂ 0യും x ന്റെ വാല്യൂ -3യും x ന്റെ വാല്യൂ -3. രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്. നമ്മൾ ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചിട്ട് ഇത് -3 ഇത് 0. ഇനി x എന്നുള്ളത് when x greater than or equal to -3 x greater than or equal to -3 വരുമ്പോൾ ഈ f dash x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? f dash x നമ്മൾ x ന്റെ വാല്യൂ -3യേക്കാളും വലിയൊരു വാല്യൂ ഇപ്പോൾ -2 -1 ഏതെടുത്താലും നമുക്ക് എന്താ കിട്ടുന്നത്? f dash x എന്നുള്ളത് നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. f dash x is positive. Therefore the function is increasing in the interval -3 to infinity. ഇവിടെ നമ്മുടെ ഈ ഓപ്ഷൻസിൽ നമുക്ക് -3 ഓപ്പൺ ഇന്റർവൽ -3 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇത് എടുത്താൽ മതി. ഓപ്പൺ ഇന്റർവൽ -3 0 ഉൾപ്പെടുത്തിയിട്ടില്ല അവർ. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -3 ഇൻഫിനിറ്റി. ഓപ്പൺ ഇന്റർവൽ -3 ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ എന്ന് നോക്കണേ എന്ത് ചെയ്താൽ മതി? f dash x greater than or equal to 0 എന്നൊക്കെ. അപ്പോൾ f dash x കണ്ടുപിടിച്ചു. അപ്പോൾ f dash x കണ്ടുപിടിച്ചിട്ട് ഈ x ന്റെ വാല്യൂ -3യേക്കാളും വലിയ വാല്യൂ, അതായത് -2 വരാം, -1 വരാം, -0 വരാം, 1 2 3 ഏത് വാല്യൂ കൊടുത്താലും -3യേക്കാളും മുകളിലുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ f dash x എന്നുള്ളത് എന്തായിരിക്കും? നമുക്ക് എപ്പോഴും ഒന്നിന് 0 കിട്ടും. ഇപ്പൊ x is equal to നമ്മൾ -3 കൊടുക്കണമെങ്കിൽ 0 വരും. അപ്പോൾ -2 കൊടുക്കണമെങ്കിൽ എന്ത് വരും? ഇവിടെ പോസിറ്റീവ്. -1 ആണെങ്കിൽ പോസിറ്റീവ്. -1 ആണെങ്കിൽ ഏത് വാല്യൂ കൊടുത്താലും -3യേക്കാൾ വലിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇന്റർവൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. -3 ഇൻഫിനിറ്റി എഴുതിയെടുത്തോളൂ. വേറൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The function f given by f of x is equal to x square -3 into e raised to x is decreasing in the interval a -3 infinity open interval b 1 infinity c -infinity 1 b -infinity -3 e -3. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫംഗ്ഷൻ f given by f of x equal x square -3 into e raised to x is decreasing in the interval. ഡിക്രീസിംഗ് എന്ന് പറയുന്നത് എന്താണ്? f dash x less than or equal to 0. f dash x less than equal to 0. ഇൻക്രീസിംഗ് ആണെങ്കിൽ f dash x greater than or equal to 0 വരണം. ഡിക്രീസിംഗ് ആണെങ്കിൽ f dash x less than equal to 0 വരണം. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? f dash x കണ്ടുപിടിക്കണം. f of x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x ഉണ്ട്. അപ്പോൾ e raised to x മുമ്പിൽ ഉണ്ടെങ്കിൽ e raised to x into d by dx of
e raised to x into f of x. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാർഗം എന്താണ്? e raised to x into f of x plus f dash x എന്ന് എഴുതാം. ഈ ഒരു ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും. e raised to x into ഇവിടെ നമുക്ക് x square minus 3 plus x square minus 3 ഡിഫറൻസിയേഷൻ എന്താണ്? 2x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to x into x square plus 2x minus 3. ഇതാണ് f dash x. That is e raised to x into x square plus 2x minus 3 എന്നുള്ളത് എന്ത് എഴുതാം? x plus 3 into x minus 1 എഴുതാം. ഇതാണ് f dash x. f dash x എന്നുള്ളത് e raised to x into x plus 3 into x minus 1. നമ്മൾ f dash x 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x ന്റെ വാല്യൂ എത്ര കിട്ടും? -3 കിട്ടും. x ന്റെ വാല്യൂ 1 കിട്ടും. അപ്പോൾ x ന്റെ രണ്ട് വാല്യൂ കിട്ടി, -3ഉം 1ഉം കിട്ടി. നമ്മൾ ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ വരച്ചു. ഇത് ഇവിടെ -3 0 ഇവിടെ 1. വരച്ചതിന് ശേഷം നോക്കാം. നമുക്ക് f dash x എന്ന് പറഞ്ഞാൽ എന്താണ്? f dash x എന്ന് പറയുന്നത് e raised to x into x plus 3 into x minus 1 എന്നാണ് f dash x എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ -3ക്ക് ഇപ്പുറമുള്ള വാല്യൂ, ഫോർ എക്സാമ്പിൾ -4 എടുക്കാം. -4 എടുത്താൽ എന്താ സംഭവിക്കുക? -4 plus 3 ഇത് നെഗറ്റീവോ, ഇത് നെഗറ്റീവോ, അപ്പോൾ ഇത് പോസിറ്റീവ്, f dash x പോസിറ്റീവോ. ഈ -3ക്ക് ഇപ്പുറമുള്ള ഏത് വാല്യൂസ് എടുത്താലും നമുക്ക് കിട്ടുന്ന f dash x പോസിറ്റീവ് ആയിരിക്കും. ഇനി 1ന് അപ്പുറമുള്ള വാല്യൂ എടുക്കാം. 1ന് അപ്പുറമുള്ള വാല്യൂ എടുത്ത് നോക്കിയേ. 1ന് അപ്പുറം 2 എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, അപ്പോഴും പോസിറ്റീവ് ആണ്. ഇനി -3ക്കും 1ന് ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കാം. -3ക്കും 1ന് ഇടയ്ക്കുള്ള വാല്യൂ, -3ക്കും 1ന് ഇടയ്ക്കുള്ള വാല്യൂ -2 എടുത്തു. -2 എടുത്തു കഴിഞ്ഞാൽ -2 plus 3, -2 plus 3 എന്ന് പറയുമ്പോൾ എന്തൊരു നമുക്ക് പോസിറ്റീവ് വരും, +1 വരും. ഇവിടെ നമുക്ക് -2 -1 എന്താ പറയുക? നെഗറ്റീവ് വരും. അപ്പൊ നമുക്ക് f dash x ലെസ് ദാൻ 0 വരും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 0 എടുത്താൽ 0 plus 3 എടുത്താൽ ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറൊരു വാല്യൂ നമുക്ക് 1 ബൈ ഏതെടുത്താലും ഈ -3ക്കും 1ന് ഇടയ്ക്കുള്ള ഏത് വാല്യൂ എടുത്താലും നമുക്ക് f dash x എന്തായിരിക്കും കിട്ടുന്നത്? f dash x ലെസ് ദാൻ 0 എന്നായിരിക്കും കിട്ടുന്നത്. f dash x ലെസ് ദാൻ. അപ്പൊ in between -3 and 1 f dash x എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആയിരിക്കും. f dash x ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇന്റർവൽ ഏതായിരിക്കും? നമ്മുടെ ഓപ്പൺ ഇന്റർവൽ -3 ഓപ്പൺ ഇന്റർവൽ -3 1. ആ ആൻസറിലുണ്ടോ നോക്കിയേ? ആൻസർ ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്നത് എവിടെയാണ്? -3 1ലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസ് ആവണമെങ്കിൽ f dash x ലെസ് ദാൻ ഈക്വൽ ടു 0 വരണം, ലെസ് ദാൻ ഈക്വൽ ടു 0 വരണം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഇന്റർവൽ ഏതാണ്? -3 1 ആണ്. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Third question. Let f of x is equal to root x for less than equal to x less than equal to 16 if the point C belongs to 416 is such that the tangent line to the graph of at x is equal to c is parallel to the chord joining 16 4 and 4 2. Then the value of c is a 7, b 9, c 10, d 11, e 40. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. Let f of x equal to root x for less than equal to x less than equal to 16 if the point C belongs to 416 is such that the tangent line parallel to the tangent line to the graph of
at x is equal to c is parallel to the chord joining 16,4. Chord joining 16,4 and 4,2. Then the value of c കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? Here slope of the ഇവിടെ tangent line to the graph at c axis is parallel to the chord joining. പാരലൽ ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഇവയുടെ സ്ലോപ്പ്, ടാൻജന്റിന്റെ സ്ലോപ്പും കോഡിന്റെ സ്ലോപ്പും തുല്യമായിരിക്കും. Here slope of the tangent is equal to slope of the chord. കാരണം എന്താണ്? The parallel ആയതുകൊണ്ട്. അപ്പോ slope of the tangent is equal to slope of the chord. ഇനി slope of the tangent നമുക്ക് f of x equal root x എന്നാണ് തന്നിരിക്കുന്നത്. f of x equal root x. അപ്പൊ നമുക്ക് അതിന്റെ f dash x കാണാം. f of x equal root x ആണെങ്കിൽ f dash x എന്താണ്? f dash x എന്ന് പറഞ്ഞാൽ 1/2 root x ആണ്. 1/2 root x ആണ്. If the point C belongs to 460 such that tangent line is parallel to the graph at x is equal to c. അപ്പൊ f dash c കണ്ടുപിടിക്കാം. f dash c എന്തായിരിക്കും? 1/2 root c. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നമുക്ക് എന്ത് കിട്ടി? 1/2 root c കിട്ടി. ഇനി സ്ലോപ്പ് ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് ഇവിടെ. 16,4, 4,2. ഈ രണ്ട് പോയിന്റ് തന്നിട്ടെങ്കിൽ ഇത് x1 y1, ഇത് x2 y2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താണ്? y2 minus y1 അല്ലെ? y2 minus y1 by x2 minus x1. അപ്പൊ അതനുസരിച്ച് 2 minus 4 divided by 4 minus 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 root c is equal to 2 minus 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 divided by 4 minus 16 എത്രയാണ്? -2. മൈനസും പോയി 2/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1/2 root c എന്ന് പറഞ്ഞാൽ 1/6 എന്ന് കിട്ടി. ഈ 2ഉം 6ഉം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പൊ 1/2 root c is equal to 1/3 എന്ന് കിട്ടി. 1/root c is equal to 1/3. That is equal to root c is equal to 3 എന്ന് കിട്ടി. അപ്പൊ c is equal to 3 കിട്ടണേ 9. അപ്പൊ വാല്യൂ ഓഫ് c is equal to 9 ആണ്. 9 എന്നുള്ള ആൻസർ ഉണ്ടോ? നമുക്ക് ആൻസർ ഉണ്ട്. ബി ആണ് ആൻസർ. അപ്പൊ ബി എന്നുള്ള രണ്ടാമത്തെ ആൻസർ ആണ് ശരി. അപ്പൊ ഇവിടെ നമ്മൾ ഏത് റിസൾട്ട് ആണ് ഉപയോഗിച്ചത്? സ്ലോപ്പ് ഓഫ് ദ കോഡും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും ഈക്വൽ ആണ്. കാരണം പാരലൽ ആയതുകൊണ്ട് നമ്മൾ ഈക്വൽ ആയിട്ട് എടുത്തു. ഈക്വൽ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ രണ്ടിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് dv/dx ആണ്. dv/dx കണ്ടുപിടിച്ചു, f dash x കണ്ടുപിടിച്ചു, 1/2 root c കിട്ടി. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 9 ആണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.